അതാ മുറ്റത്തിനോടനുബന്ധമായി കിടക്കുന്ന സ്ഥലത്തോ ഒക്കെ ആയിരിക്കാം. അപ്പം അത് കാണിക്കാനായിരിക്കാം നമ്മൾ പോകുന്നത്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ, എനിക്ക് വന്ന കമന്റ്സ് അല്ല പറയുന്നത്. അപ്പൊ അനുഗ്രഹം തന്നെയാണ്. അത് മാത്രമല്ല ആരും കിട്ടുമെന്ന് പറഞ്ഞ് ഇതിനെ ഒരു സൗഹൃദം വരുന്ന കമന്റ്സുകളാണ് ഇത്. കാരണം ഇവർ ഇത്തരക്കാരി ആയിരുന്നോ എന്ന എന്ന് പറയുന്നവരുണ്ട്. അപ്പം അങ്ങനെ പറയുന്നവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ വിലക്കെടുക്കണം, മുഖവിലക്കെടുക്കണം. അവരുടെ കമന്റ് ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖമാണോ? നമ്മളെ ഷോർട്സ് വീഡിയോയിൽ കാണുമ്പോൾ കുറെ സംശയങ്ങളും കുറെ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അത് ലോങ് വീഡിയോയിൽ നമുക്ക് ആ സംശയ നിവാരണമൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്താണെന്നറിയില്ല, ഷോർട്ട് വീഡിയോ കാണുന്നവരെ ലോങ് വീഡിയോ കാണാൻ അങ്ങനെ മെനക്കെടാറില്ല. ഒന്നാമത്തെ കാര്യം ഇപ്പൊ സമയം ഇല്ലാത്തത് കൊണ്ടൊക്കെ ആകാം, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന് ഇരുന്ന് കാണാനുള്ള ഒരു മെന്റാലിറ്റി ആളുകൾക്ക് ഉണ്ടാവില്ല. പെട്ടെന്ന് എല്ലാം വളരെ പെട്ടെന്ന് കിട്ടണം എന്ന് പറയുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്ഷമയോടെ കേട്ടിരിക്കുന്നത് വളരെ കുറച്ചായിരിക്കും. ഇങ്ങനെ ക്ഷമയോടെ കേട്ടിരിക്കാൻ ആളില്ലാത്തതാണ് പലരുടെയും പ്രശ്നം. നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ സന്തോഷങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് ക്ഷമയോടെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യവും. അങ്ങനെ ആരും ഇല്ല എന്നത് തന്നെയാണ് വേറെ ഒരു സത്യവും. അല്ലെങ്കിൽ ചിലരൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും, പക്ഷെ അവരുടെ ചിന്തകളോടെ വേറെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവസാനം നമ്മളെ സഹി കെട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോ എന്താ നീ എന്താ ഇപ്പൊ പറഞ്ഞേ ഇങ്ങനെ ചോദിക്കും. അന്നത്തേക്കും നമുക്ക് അങ്ങോട്ട് ദേഷ്യം വരും അല്ലെ. അന്നത്തേക്കും പിന്നെ നമ്മൾ പിണക്കമായി, അതായി ഇതായി, അങ്ങനെ കുറേ പ്രശ്നങ്ങളായി. പക്ഷെ എന്റെ വീഡിയോ ക്ഷമയോടെ കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷമയോടെ കണ്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നത് എന്റെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. അത് മാത്രമല്ല, ചിലരൊക്കെ പറയാറുണ്ട്, ചില കമന്റ്സ് വരുമ്പോൾ ഇങ്ങനെ പാവമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടല്ലേ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത്, അതിനെ പ്രതികരിച്ചുകൂടെ, അവർക്ക് നല്ലതങ്ങ് കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്, നമ്മുടെ വായിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വീഴട്ടെ, അല്ലെങ്കിൽ നമ്മളെ മോശക്കാരിയാകാൻ മാത്രമുള്ള ഒരു റിപ്ലൈ നൽകട്ടെ എന്ന് പറഞ്ഞ് വരുന്ന കമന്റ്സുകളാണ് ഇത്. കാരണം ഇവർ ഇത്തരക്കാരി ആയിരുന്നോ എന്ന പ്രതികരിച്ചുകൂടെ എന്ന് പറയുന്നവർ പോലും ചിന്തിച്ചു പോകും. അപ്പം എൻ്റെ അഭിപ്രായം അനുസരിച്ച് നമ്മള് മൗനം പാലിച്ചേക്കുക. ചില സമയങ്ങളില് മൗനവും ഒരു ആയുധമാണ്. ഏറ്റവും ശക്തിയേറിയ ആയുധം തന്നെയാണ് മൗനം. അപ്പം ഇതുപോലെ വരുന്ന നെഗറ്റീവ്സിനോടൊക്കെ പ്രതികരിക്കാൻ നിന്നാ പിന്നെ നെഗറ്റീവ് വരും, പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയാമല്ലേ എന്ന് ചിലരെ എഴുതി പറഞ്ഞില്ലെങ്കിലും മനസ്സിലെങ്കിലും വിചാരിച്ചു പോകും. അപ്പം എൻ്റെ അഭിപ്രായത്തില് മൗനം പാലിച്ചേക്കുക, അവരവരുടെ പാട്ടിന് വിട്ടേക്കുക. പിന്നെ നെഗറ്റീവ്സ് ഇങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ അവരെ ഹൈഡ് ചെയ്തേക്കുക. ഹൈഡ് ഫ്രം മൈ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് യൂട്യൂബിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ അവർക്ക് കാണാൻ പറ്റത്തില്ല. അത് അൺഹൈഡ് അവിടെ പോയി ചെയ്യണമെന്ന് എനിക്കിട്ട് അറിയാനും പറ്റില്ല. പണ്ട് എന്നോ എവിടെയോ എങ്ങോ വെച്ച് ഞാൻ അതിൻ്റെ ഒരു അൺഹൈഡ് ചെയ്യുന്ന ഓപ്ഷൻ കണ്ടിരുന്നെങ്കിലും പിന്നെ അത് ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അത് എവിടെയാന്ന് എനിക്ക് അത്ര അങ്ങടെ ഓർമ്മ വരുന്നില്ല. പിന്നെ ഞാൻ അതിന്റെ പിറകെ സെർച്ച് ചെയ്യാൻ പോയില്ല. നമ്മള് ഹൈഡ് ചെയ്യുകയാണ് എങ്കിൽ അവരെ നമ്മുടെ ചാനലിൽ നിന്നും ബ്ലോക്ക് ചെയ്ത് കളയുകയാണെങ്കിൽ അത് എന്നേക്കുമായിട്ടാണ്. കാരണം അവർ വരുന്നത് ചിലപ്പോൾ അവർ വീഡിയോ കാണുന്നില്ലായിരിക്കാം, വീഡിയോ കാണാതെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നവരായിരിക്കാം. വിശദമായിട്ട് വീഡിയോ കണ്ടിട്ടിരുന്നിട്ട് നെഗറ്റീവ് മാത്രം, ഇത്രയും വൃത്തിയായിട്ട് ചാനല് ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടവർക്കൊക്കെ അറിയാം. അതിന്റെ അടിയിൽ വന്ന് അവർക്കിട്ട് നല്ല മറുപടി കൊടുത്ത നമ്മളെ എത്രയധികം സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സും ഉണ്ട് എന്നത്. അതായത് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ പോലും പ്രതികരിക്കാൻ വേറെ ആളുകൾ ഉണ്ട് എന്നതും വളരെ അനുഗ്രഹമായ കാര്യമാണ്. അപ്പം അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. ഇത്തരം
നെഗറ്റീവ് കമന്റ്സിനെ നമ്മൾ നേരിടുന്ന രീതി ഇതാണ്. മൗനം അങ്ങായിട്ട് പാലിച്ചേക്കുക, മൗനം പാലിച്ചേക്കുക എന്നാണ്. പിന്നെ ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സോഷ്യൽ മീഡിയ ആണ്. പലതരക്കാരായ ആളുകളുണ്ട്. അവര് നെഗറ്റീവ് പറയുന്നവരുണ്ട്, പോസിറ്റീവ് പറയുന്നവരുണ്ട്. വീഡിയോ മൊത്തം കണ്ടിട്ട് അവരുടെ അഭിപ്രായം ഇങ്ങനെ കൂടി ചെയ്തേക്കൂ എങ്കിൽ കൂടുതൽ നന്നായി ഇരിക്കും എന്ന് പറയുന്നവരുണ്ട്. അപ്പം അങ്ങനെ പറയുന്നവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ വിലക്കെടുക്കണം, മുഖവിലക്കെടുക്കണം. അവരുടെ കമന്റ്സിനൊരു മൂല്യമുണ്ട്. കാരണം അവർ വീഡിയോ മൊത്തം കണ്ടതാണ്, എന്നിട്ട് അവരുടേതായ അഭിപ്രായം പറയുകയാണ് ഇത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പം അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഉൾക്കൊള്ളണം. പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നവരാണ് സബ്സ്ക്രൈബേഴ്സ്. നമ്മളെ നേരിട്ട് അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും. കൂടുതലും ആളുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ആണ്. എന്തെങ്കിലും ഒരു കാര്യം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് റീച്ച് കിട്ടുന്നതാണെങ്കിൽ അത് 10,000, 20,000, 30,000, 40,000, 1,00,000 എന്ന് പറഞ്ഞ് ഇങ്ങനെ ആളുകളിലേക്കെല്ലാം പല ഫോണുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവര് നമ്മളെ വിലയിരുത്തുന്നത് ഈ ഒരു സ്ക്രീനിൽ നമ്മളെ കണ്ടിട്ടാണ്. നമ്മുടെ അടുത്ത് ആരുണ്ടെന്നോ, അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ എന്തൊക്കെയുണ്ടെന്നോ, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന എന്നെ മാത്രമാണ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഘടകം. അതായത് ഈ ഒരു സ്ക്രീനിൽ എന്തൊക്കെ കാണുന്നു അത് മാത്രമാണ്. അപ്പൊ നിങ്ങൾ അവിടെ കാണുമ്പോൾ കുറച്ച് പാത്രങ്ങൾ അവിടെ കൂട്ടിയിട്ടിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് തുണികൾ അവിടെ കൂട്ടിയിട്ടിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ കൂട്ടിയിട്ടിരിക്കാം. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളെ അവര് വിലയിരുത്തുന്നത്. അല്ലെങ്കിൽ അത് കുറച്ച് നിമിഷത്തേക്ക് നൈമിഷികം മാത്രമാണ്. ചിലപ്പോ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരിക്കുന്നതായിരിക്കാം കൂടി കിടക്കുന്നതായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ തുണി അലക്കിക്കൊണ്ട് മടക്കുന്നതിന് മുന്നേ കൊണ്ട് വെച്ചിരിക്കുന്നതായിരിക്കാം കാണുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് ആരും ചെയ്യാനോ അല്ലെങ്കിൽ ആരും ചിന്തിക്കാനോ ഒന്നും പോകില്ല. എന്താണോ നമ്മളുടെ വീഡിയോയിൽ അവർ കാണുന്നത് അതിനുള്ള കമന്റ്സ് ആണ് അവർ ഇട്ടിട്ട് പോകുന്നത്. ഇത് വൃത്തിയില്ല, അല്ലെങ്കിൽ ഇതൊന്ന് അടുക്കി വെച്ചുകൂടെ, അതൊന്ന് മടക്കി വെച്ചുകൂടെ, അവിടെ ഒന്ന് അടിച്ചു വാരിക്കൂടെ. ചിലപ്പോൾ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു മഴ പെയ്ത് തോർന്ന സമയമാകാം, അല്ലെങ്കിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന സമയമാകാം, കുറെ ഇലകളെല്ലാം ചാടി നിൽക്കുന്ന സമയമാകാം. അപ്പൊ ആ മുറ്റമൊക്കെ ഒന്ന് അടിച്ചിട്ട് വീഡിയോ എടുത്തുകൂടെ. മുറ്റം അടിച്ചു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ രാത്രിയായി പോകും. നമ്മൾ എന്താണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ആ മുറ്റത്തിനോടനുബന്ധമായി കിടക്കുന്ന സ്ഥലത്തോ ഒക്കെ ആയിരിക്കാം. അപ്പം അത് കാണിക്കാനായിരിക്കാം നമ്മൾ പോകുന്നത്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ, എനിക്ക് വന്ന കമന്റ്സ് അല്ല പറയുന്നത്. അപ്പം എന്താണോ ഈ ഒരു സ്ക്രീനിനകത്ത് കാണുന്നത് അത് മാത്രം വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോയെ അല്ലെങ്കിൽ നമ്മളെ പലരും വിലയിരുത്തുന്നത്. അതുകൂടി മനസ്സിലാക്കിയേക്കുക. അപ്പം അല്ലെങ്കിൽ കുറെ വീഡിയോസ് നമ്മുടെ പല പല വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിനെ വിലയിരുത്തുവാണെങ്കിൽ ഓക്കെ ആണ്. അല്ലാതെ വെറുതെ ആ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ശരിയായ കാര്യമല്ല. പിന്നെ നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ സംസാരങ്ങളിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ അവരെന്താണോ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് അത് വെച്ചിട്ടാണ് നമ്മളെ അവര് കമന്റ്സ് ഇടുന്നതും നമ്മളെ വിലയിരുത്തുന്നതും നമുക്കൊരു വില നൽകുന്നതും ഒക്കെ. അപ്പം അത് വേറൊരു കാര്യം. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. പിന്നെ സോഷ്യൽ മീഡിയയുമായുള്ള ചങ്ങാത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നവരുമായുള്ള സൗഹൃദത്തെ കുറിച്ചാണ് പിന്നെ പറയാൻ പോകുന്നത്. നമ്മളെ ഈ വീഡിയോയിലൂടെ കാണുന്നവരാണല്ലേ, നമ്മുടെ പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും അവർക്ക് അറിയത്തില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, നമ്മളിൽ നിന്നും എന്ത് മോട്ടിവേഷൻ ആണ് അവർക്ക് കിട്ടുന്നത്, എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവര് പറയുന്ന എല്ലാം എന്റെ ജീവിതത്തിലും അർത്ഥവത്തായ ശരിയായ കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പം എന്നെ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും. അപ്പൊ ഇവരുമായിട്ട് കൂടുതൽ അടുപ്പത്തിലാകാം. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചേക്കുക, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്നവരല്ലേ, വീഡിയോ ഇടുന്നവര്, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നവര്, അവരുടെ ഏറ്റവും നല്ല ഒരു പേഴ്സണാലിറ്റി വെച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. പ്രത്യേകിച്ചും ഇൻസ്പിറേഷൻ നൽകാൻ, മോട്ടിവേഷൻ നൽകാൻ അവര് പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അവർ എവിടെന്നെങ്കിലും പുസ്തകങ്ങളിൽ നിന്നും കടമെടുത്തതാകാം, അവർ കേട്ട പല പല റീൽസിൽ നിന്നും കിട്ടിയ വാക്കുകളാകാം. അപ്പം ഇതൊക്കെ വെച്ചായിരിക്കാം നിങ്ങൾക്ക് മുന്നിലേക്ക് അവര് വാതോരാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പക്ഷെ അത് വെച്ച് അവരെ ഒരു പേഴ്സണാലിറ്റി, ഇതാണ് അവരുടെ പേഴ്സണാലിറ്റി എന്ന്
വിലയിരുത്തരുത്. വിലയിരുത്തി സൗഹൃദം സ്ഥാപിക്കാനായിട്ട് പോയി അബദ്ധങ്ങളിൽ വീണ പല ചരിത്രവും നമുക്ക് സോഷ്യൽ മീഡിയ ചരിത്രങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് കേസുകളൊക്കെ അതിനോടനുബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നും അങ്ങനെ വലിയ സൗഹൃദങ്ങളിലേക്കൊന്നും പോകേണ്ട എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. കാരണം ആളുകൾ പലതരക്കാരാണ്. നമ്മൾ നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പലരെ സമീപിക്കുന്നത്. അതായത് നമുക്ക് ഇതുപോലെ കേൾക്കാൻ ആളില്ലാതെ വരുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നല്ല തിരക്കുള്ള വ്യക്തികളായിരിക്കും. അവരുടെ ഭാര്യയാണെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ തിരക്കായിരിക്കും. അപ്പൊ ഭർത്താവിന് ഭാര്യയോട് ഒരു കാര്യം പറയാനായിട്ട് വരുമ്പോൾ ചിലപ്പോൾ കുട്ടിക്ക് വിശക്കുവാന്ന് പറയും, അല്ലെങ്കിൽ കുട്ടിക്ക് പാല് കൊടുക്കണം എന്ന് പറഞ്ഞു പോകാം, അല്ലെങ്കിൽ പ്രായമായ മുതിർന്നവരൊക്കെ വീട്ടിലുണ്ടാകാം, അവരെ നോക്കേണ്ടുന്ന അവസ്ഥ ഇപ്പൊ ചിലപ്പോൾ കേൾക്കാൻ ആളില്ലാത്തൊരു സന്ദർഭ സമയമൊക്കെ വരാം. അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും കാര്യം ഭർത്താവ് നോക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വലിയ മൂല്യമൊന്നും തരുന്നില്ല. അപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഒരു സുഹൃത്തിനെ കണ്ടെത്താം. അവര് നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ സൗഹൃദങ്ങളെയും ഒക്കെ അംഗീകരിക്കും. നമുക്ക് നല്ലൊരു അഡ്വൈസ് തരും, നല്ലൊരു ഉപദേശം തരും, കേൾക്കാൻ ആളുണ്ടാവുക. അപ്പൊ എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ അബദ്ധങ്ങളിലേക്ക് പോയി ഒരിക്കലും ചാടാതിരിക്കുക. കാരണം സോഷ്യൽ മീഡിയ നിങ്ങളെ വിലയിരുത്തുന്നത് വെറും ഒരു പെണ്ണ് അല്ലെങ്കിൽ വെറും ഒരു ആണ് എന്ന നിലയ്ക്ക് തന്നെയാണ്. നിങ്ങളുടെ സങ്കടങ്ങളെ എല്ലാം അവർ കേട്ടിരിക്കാം, അതിനെന്തെങ്കിലും ആശ്വാസവാക്കുകളൊക്കെ നൽകിയിരിക്കാം. പക്ഷെ ഒരു അവസരം വന്നു കഴിയുമ്പോൾ അവർക്ക് അതിലും നല്ല ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളോ കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പഴകും തോറും അങ്ങോട്ട് വ്യക്തിബന്ധങ്ങൾ അങ്ങോട്ട് വീര്യം കൂടുന്ന വീഞ്ഞു പോലെ ആകും എന്നല്ല. അങ്ങനെയല്ല, പഴകും തോറും പഴങ്കഞ്ഞിയായപ്പോ വളിച്ചു പോകുന്ന അവസ്ഥ മാത്രമാണ് ഈ സോഷ്യൽ മീഡിയ സൗഹൃദങ്ങളും ഒക്കെ. പരമാവധി നമുക്ക് അടുത്തറിയാവുന്നവരോട് പോലും നമ്മുടെ വിഷമങ്ങളൊന്നും പങ്കിടാതിരിക്കുക. കാരണം പിന്നീട് നമ്മളുമായിട്ട് എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും വലിയ സങ്കടങ്ങൾ തന്നെ അവർ നമുക്ക് മുന്നിലേക്ക് എടുത്തിടും. നീ അങ്ങനെ അല്ലെങ്കിൽ നീ അങ്ങനെ പറഞ്ഞവളല്ലേ, നിന്നെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ, നിന്റെ വായും കൊണ്ട് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് നീ പറയുന്നത്, നീ അങ്ങനെ ഒരുവളായതുകൊണ്ട് അല്ലെങ്കിൽ നീ അങ്ങനെ ഒരുവൻ ആയതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഏറ്റവും വലിയ വിഷമം എടുത്ത് നമുക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരു ആയുധമാക്കി മാറ്റും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്നല്ല, വ്യക്തിബന്ധങ്ങളായാൽ പോലും ഒരു കാരണവശാലും നമ്മുടെ വിഷമങ്ങളെയോ നമ്മുടെ വേദനകളെയോ ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക. നമ്മുടെ വിഷമങ്ങളെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനൊരു പരിഹാരം ആയില്ല. നമ്മൾ സ്വയം തീരുമാനിക്കണം, നമ്മൾ ചിന്തിക്കണം, നമ്മൾ വേണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട്. നമ്മൾ സ്വയം ചിന്തിച്ച് ഇതിനെങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താം, ഒഴിവാക്കേണ്ടവയാണെങ്കിൽ അങ്ങ് ഒഴിവാക്കിയേക്കുക. പിന്നെ ആ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വേണ്ട. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു ഒരു വലിയൊരു ലോകമോ അല്ലെങ്കിൽ വലിയ കുറേ സംഭവങ്ങളൊന്നു ചേർന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതം. അതിലെ ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിൽ നിറയെ കുത്തുകൾ ഇടുക, എണ്ണിയാൽ തീരാത്തത്ര ഡോട്ടുകൾ അതിലേക്ക് ഇട്ടേക്കുക. അതിലേതെങ്കിലും ഒരു ഡോട്ടാണ് നമ്മുടെ പ്രശ്നം എന്ന് ചിന്തിക്കുക. ബാക്കി കുറെ ഡോട്ടുകളുണ്ട്, അതെല്ലാം നമുക്ക് പോസിറ്റീവായ കാര്യങ്ങളാണ്. ഇപ്പൊ പൊതുവായൊരു എപ്പോഴും ബ്രേക്കപ്പ് ആവുക എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവുക എന്ന തന്നെ ഒരു പ്രശ്നം എടുക്കാം. ഇപ്പൊ കുറെ ഡോട്ടുകളിൽ ഒരു സംഭവമാണ് ഈ ബ്രേക്കപ്പ് ആവുക എന്നത്. ബാക്കിയുള്ള കാര്യങ്ങള് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, അച്ഛനും അമ്മയുണ്ട്, സ്വന്തമായിട്ടൊരു വീടുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ ജോലിയുണ്ട്, പിന്നെ ഇഷ്ടപ്പെട്ട ആഹാരം ലഭിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ട യാത്രകൾ നടത്താൻ പറ്റുന്നുണ്ട്. ഇതിന് ഇഷ്ടപ്പെട്ട ആഹാരത്തിന്, ഇഷ്ടപ്പെട്ട യാത്രകൾക്ക് നമുക്ക് നമ്മുടെ ബന്ധുക്കളെ പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സംശയത്തോടെ നോക്കുന്ന കാമുകൻ അല്ലെങ്കിൽ കാമുകി, ഇങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇതിനെ എല്ലാം ഈ ഒരു കുഞ്ഞു പ്രശ്നം ബാധിക്കുകയാണെങ്കിൽ അതിനെ അങ്ങ് വെട്ടി മാറ്റിയേക്കുക. ആ ഡോട്ടിന്റെ മുകളിലേക്ക് ഒരു വൈറ്റ്നർ വെച്ചൊരു കുത്തിട്ടേക്കുക. അപ്പൊ അവിടെ ഒരു വൈറ്റ് പേപ്പറായിട്ട് വീണ്ടും അത് മാറും. ആ പ്രശ്നം മാഞ്ഞുപോയി, അല്ലെങ്കിൽ എറേസ് ചെയ്ത് കളഞ്ഞേക്കുക. അല്ലെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇത് ആ ഒരു
പ്രായത്തിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു പ്രശ്നം മാത്രമാണ്. നല്ല കാര്യങ്ങളും ഉണ്ട്. നല്ലവർ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലവര് കടന്നു വന്നിട്ട് ഒരു നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ പെണ്ണോ ആരും ആയിക്കോട്ടെ, അവര് നമ്മളെ എൻകറേജ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അപ്പം ബാക്കിയൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രശ്നമാണ് എങ്കിൽ ഇവര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ കുറെ ഡോട്ടുകൾ ഒരു ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ വീട് ലോണൊക്കെ എടുത്ത് ജപ്തിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യും? ഈ വീട് പോയാൽ പിന്നെ എനിക്കിനി മുന്നോട്ട് ജീവിതം ഒന്നുമില്ല, അവിടെ കയറി അങ്ങ് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തേക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുവാണെങ്കിലോ അതൊരിക്കലും ശരിയായ കാര്യമില്ല. പോവാണെങ്കിൽ പോട്ടെ, ഈ ഭൂമിയിൽ നിന്ന് ഞാൻ തന്നെ നാളെ പോകാനുള്ളതാ. അത് പോവാണെങ്കിൽ പോട്ടെ, എനിക്ക് ഇനിയും ഉണ്ടാക്കാം, എനിക്ക് ആരോഗ്യമുണ്ട്, രോഗമില്ലാത്ത ഒരു ശരീരമുണ്ട്. ഇനി ഒരു രോഗി ആയിക്കൊള്ളട്ടെ, ഇത്രയും പ്രശ്നങ്ങളിലേക്ക് നിൽക്കട്ടെ, എനിക്ക് ചുറ്റും ഞാനൊരു സമൂഹ ജീവിയാണ്. ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ കേൾക്കും. ഈ സോഷ്യൽ മീഡിയ കാലമാണ്. ഒരു വീഡിയോ പോലും ഇട്ടൊരു സങ്കടം പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെ? മനസ്സലിവുള്ള ഒരുപാട് പേരുണ്ട്. എവിടെ നിന്നെങ്കിലും നമുക്കൊരു പരിഹാരം, പ്രശ്ന പരിഹാരം നമുക്കതിന് കിട്ടും എന്നങ്ങ് ചിന്തിച്ചേക്കുക. അല്ലെ, ഇതൊന്നും ഇല്ലാത്തവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, അല്ലെ? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്നൊക്കെ പറയും പോലെ, എന്നിട്ട് അവരൊക്കെ ജീവിക്കുന്നില്ലേ? അതുപോലെ ജനിച്ചു പോയ നമ്മള് തീർച്ചയായിട്ടും ജീവിക്കും. പക്ഷെ നിങ്ങൾ കാണുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന, നിങ്ങള് മണിമാളിക കെട്ടി നല്ല ഇതിലായിട്ടൊക്കെ ജീവിക്കും എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഗതിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത്ര നേരം ഇവിടെ ഇരുന്ന് വാതോരാതെ ഘോരം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ കാണുന്ന എന്നെ മാത്രമാണ്, പക്ഷെ ഇവിടെ ഞാൻ മാത്രം അല്ല കേട്ടോ ഉള്ളത്, എന്റെ കയ്യിൽ ഒരാൾ കൂടി ഉണ്ട്. അത് നിങ്ങളാരും കണ്ടില്ലല്ലോ. ഇതാ എന്നെ വിടാതെ പിന്തുടർന്ന് എന്റെ കൂടെ ഇരിക്കുന്ന ഒരാളാണ് കേട്ടോ ഈ കക്ഷി. നിങ്ങൾ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇത്. എന്താ ഇതിനിപ്പോ എന്നെ കണ്ടില്ലെങ്കിൽ ഇത് കിടന്ന് കരയും. ഇത് പൂവനാണോ പെടയാണോന്ന് അറിയില്ല. ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഇതൊരു പൂവൻ കുഞ്ഞായിട്ടാണ് തോന്നുന്നത്. ചെറിയ കുഞ്ഞാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു 10 കോഴിക്കുഞ്ഞിനെ വാങ്ങിയതിൽ ഒരു കോഴിക്കുഞ്ഞാണ്. ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു വാങ്ങിയത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആ വെള്ളയിലെ കറുത്ത പുള്ളിയുള്ള കുഞ്ഞിനെ പിടിച്ചു തരാമോ, അത് പെടയാണെന്ന്. പെടയാന്ന് പറഞ്ഞു തന്നതാണ്. പക്ഷെ അവനൊരു പൂവനാന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പൊ അവനിങ്ങനെ എന്നെ വിടാതെ പിന്തുടർന്ന് എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. എന്നെ കാണാതിരുന്നപ്പോ അത് അടുക്കളയിൽ നിന്ന് കരഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നതാ. അപ്പൊ നിങ്ങൾ കാണുന്നത് ഇതിനകത്ത് എന്നെ മാത്രമാണ്, പക്ഷെ എനിക്ക് ചുറ്റും എന്തൊക്കെയൊക്കെ ഉണ്ട്. അതൊന്നും കാണാതെയാണ് നമ്മള് വിലയിരുത്തിക്കൊണ്ടേയിരിക്കുന്നത്. പിന്നെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയും ലൈഫ്. സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ആരുമില്ലാത്ത അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങള് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമുക്കൊരു പ്രശ്നത്തിൽപ്പെട്ട് ഉഴറുമ്പോൾ ചിലപ്പം ഇതിൽ നിന്ന് പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞ് ഇതിനെ ഒരു സൗഹൃദമാക്കി മാറ്റാതിരിക്കാൻ. നെറ്റ് എന്ന് പറയുമ്പോൾ ഒരു കുടുക്കാണ് എന്നുകൂടി ഒരു നെഗറ്റീവ് വശമുണ്ട്. പക്ഷെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ 10 പേരിലേക്ക് ആ പ്രശ്നങ്ങൾ എത്തിയിട്ട് നമുക്ക് അതിനൊരു പരിഹാരം കാണാനും ചിലപ്പം ഇതുകൊണ്ട് സാധിച്ചേക്കാം. ഇതുപോലെയുള്ള എന്റെ അവസ്ഥ ഇതാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അപ്പം അധികാരികളിലേക്കൊക്കെ എന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ എത്തിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങളുടെ കൂടി ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോയിലൂടെ പോലും ഒരുപാട് പേര് പ്രതികരിക്കും. അല്ലെങ്കിൽ ഉള്ള അധികാരികളിലേക്ക്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അധികാരികളിലേക്ക് പോലും അത് എത്തിക്കാൻ പോലും സോഷ്യൽ മീഡിയക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെ കുറെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ ഉള്ളത് അനുഭവത്തിൽ നിന്നും അറിഞ്ഞ കാര്യമാണ്, മനസ്സിലാക്കിയ കാര്യമാണ്. പിന്നെ നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട്, ബാക്കിയുള്ളവരൊക്കെ കല്ലെറിഞ്ഞോട്ടെ. ഒരാളുണ്ടായെങ്കിൽ ആ ബാക്കി കല്ലെറിയുന്നവരെ ഒക്കെ അങ്ങ് അവോയ്ഡ് ചെയ്തേക്കുക. നിങ്ങളുടെ ലോകത്ത് പിന്നെ അവരില്ല. ഞാൻ നെഗറ്റീവ് വന്നു കഴിഞ്ഞാല് അത് ഒരെണ്ണമൊക്കെ ആണെങ്കിൽ ഞാൻ അതിനോട് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യും. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് വീണ്ടും വരുവാണ്. 2, 3, 4 വീഡിയോയ്ക്കൊക്കെ നെഗറ്റീവ്സ് വരുവാണെങ്കിൽ ഞാനങ്ങ് ഹൈഡ് ചെയ്ത് കളയും. പിന്നെ എന്റെ ചാനൽ പോലും കാണാൻ പറ്റത്തില്ല. പിന്നെ എന്റെ ലോകത്ത് അങ്ങനെയുള്ള വ്യക്തികളെ ഇല്ല. അവരില്ലാത്ത ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. അവരെ ഹൈഡ് ചെയ്തു. ഇനി ഞാൻ അവരെ കാണുന്നില്ല, അവരിനി കാണാനും പോകുന്നില്ല. പുതിയ ഏതെങ്കിലും അക്കൗണ്ട് എടുത്തൊന്ന് വീണ്ടും ഇത് തന്നെ ചെയ്യുകയാണ് എങ്കിൽ
ആ അക്കൗണ്ട് എന്ന് ക്രിയേറ്റ് ചെയ്തു ഇതൊക്കെ ചെക്ക് ചെയ്യാട്ട് നമ്മൾ വീണ്ടും അങ്ങ് ഹൈഡ് ചെയ്ത് കളഞ്ഞേക്കും. കേൾക്കാനായിട്ട് ഒരാളെ ഉള്ളൂ എങ്കിലും ഇത് ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഏണിങ്സ് മാത്രം ചിന്തിച്ച് സോഷ്യൽ മീഡിയ എടുത്തവരാണെങ്കിൽ ഇത് നടക്കത്തില്ല. നെഗറ്റീവ് ഒക്കെ വന്നിട്ട് കുഴപ്പമില്ല, എനിക്ക് വരുമാനം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കാം. അതല്ല, നമ്മളെ കേൾക്കാൻ കുറച്ച് പേരുണ്ട്, അവരിലേക്ക് ഞാൻ കുറെ കാര്യങ്ങൾ എത്തിക്കുകയാണ് എന്നുള്ളവർക്ക് ഇത് ഏണിങ്സ് ബാധകമല്ല. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇതുപോലെ ഹൈഡ് ചെയ്തൊക്കെ പോവുക. ഈ ഫേസ്ബുക്ക് ഒക്കെ എടുത്തോ, ഫേസ്ബുക്കിൽ നിന്നൊക്കെ നല്ല ഏണിങ്സ് ഒക്കെ കിട്ടി തുടങ്ങുന്നുണ്ട് ഓരോരുത്തർക്കും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോ കമന്റ്സ്, ലൈക്ക് ഇതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഏണിങ്സ് വരിക. അപ്പോ അങ്ങനെ വരുമ്പം നെഗറ്റീവ് ഒക്കെ വരുമ്പം അതൊന്നും ആരും ഡിലീറ്റ് ഒന്നും ചെയ്ത് കാണാറില്ല. കാരണം ഈ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിൽ നിന്നെല്ലാം വരുമാനം ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ എടുത്ത് പലരും കളയാറൊന്നുമില്ല. അങ്ങനെ നോക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമല്ല എന്നറിയുന്നവർക്ക് അങ്ങനെ നെഗറ്റീവ് വന്നൊന്നും കരുതിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പണി കഴിഞ്ഞോ? ചേട്ടൻ ഭയങ്കര ജോലിയിലായിരുന്നു. ചേട്ടന് ആടിന് വെള്ളം കൊടുത്തു, ആടിന് തീറ്റ കൊടുത്തു, കോഴികൾക്ക് തീറ്റ കൊടുത്തു. ഈ കുഞ്ഞ് എന്നെ കാണാതെ കരയുമായിരുന്നു. അപ്പൊ ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത് എന്റെ മടി കൊണ്ടുവച്ചു. അപ്പൊ കരച്ചിൽ നിന്നു. ഇവനൊരു പൂവന. പൂവനാന്നേ, ഇവന് കട്ടുമുള്ളുണ്ട്. ആ അതുപോലെ ഇവനിങ്ങനെ എന്നെ കണ്ടപ്പോ ഇങ്ങനെ ചെരിഞ്ഞ് വരുക. പൂവന്മാര് വരുമ്പോ ചേട്ടനെ അവന് ചെറിയ പേടിയുണ്ട്. എന്താ ഇവനെ ഞാനും ബൊമ്മാസാക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ. ബൊമ്മാസാക്കാൻ പറ്റുമെന്ന് വെച്ച് എനിക്ക് അറിഞ്ഞോടാ. പക്ഷെ ഇവൻ നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട് എന്നോട്. 2 ദിവസം കൂടി ഇണക്കി എടുത്താൽ പൊളിക്കും. ഇല്ലടാ പാലൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതിയാ നിക്കുന്നേ. ഇനി പെടയാണേലും കുഴപ്പമില്ല, അവൻ എന്റെ കൂടെ കിടന്നിട്ട് ബുമാസിന്ന് പേരിടും. വെള്ളമൊക്കെ ചിരട്ടയിലെടുത്ത് വെച്ച ആരാ? ചേട്ടനായിരുന്നോ? കൊച്ചാണോ? ഒരു ചിരട്ടയില് വെള്ളം വെച്ചിട്ടുണ്ട്, തീറ്റയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പൂവനാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും, പെടയാണേലും കാണാൻ നല്ലതായിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്യൂട്ടി ആയതുകൊണ്ട്. കോഴികളെ ഇതാ എന്നും കോഴി കാളിയാർന്ന് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാ. ചേട്ടാ ഇത് പെടയാണോന്ന് ചോദിച്ചപ്പോ ആ പെടയാന്ന്. എന്നാ എനിക്ക് അതിനെ പിടിച്ചു തരാമോന്ന് ചോദിച്ചപ്പോ തന്നതാ. കൂട്ടത്തിൽ വലിയത് ഇതായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ എനിക്കിത് പൂവനായിട്ട് തോന്നുന്നു. ഇങ്ങനെ തീറ്റ കണ്ടപ്പോ കൊത്തി 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 വിളിക്കുവോ കൊക്കന്ന് പറഞ്ഞ. പിന്നെ എന്നെ കണ്ടപ്പോ ഇങ്ങനെ ചെരിഞ്ഞ് മോഹൻലാൽ പോലെ വന്ന്. അപ്പൊ ഞാൻ ഇത് പൂവനാന്ന് ചിന്തിച്ചു. കുളിക്കാൻ പോവാണ്. അതേ വീഡിയോയുടെ മുമ്പ് ഇരുന്ന് ഉടുപ്പൂരുന്നു. ചേട്ടൻ വീഡിയോ ചേട്ടനെ ഓർത്തില്ല. മറന്നുപോയ അന്നാ കുളിക്ക്. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതൊക്കെയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ കമന്റ് ഇട്ടേക്കുക, തീർച്ചയായിട്ടും പറയാം. കുറെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. വാഴയ്ക്ക കടല ഇട്ട് വേവിക്കുന്ന റെസിപ്പി, വാഴയ്ക്കയും കടല, പിന്നെ വാഴയ്ക്ക പരിപ്പ് ഇട്ട് വേവിച്ച റെസിപ്പി, പിന്നെ മീൻകറി. ഞാനെങ്ങനെ മീൻകറി വെക്കുന്ന, മീൻകറിയൊക്കെ ഇഷ്ടംപോലെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്ര നേരം കുത്തിയിരുന്ന് കാണാനും പറ്റി ആരും മെനക്കിടാറില്ല. അത് ഷോർട്ടായിട്ടൊരു ഒരു മിനിറ്റ് വീഡിയോ ഇടാം. ചേട്ടന് അടുത്ത ദിവസം ചിക്കൻ കറി വെക്കാന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടന്റെ ചിക്കൻ കറിയും നമുക്ക് കാണാം. അപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്നെ കേട്ടിരുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക് യു. എന്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ബിന്ദുസ് ഡ്രീംസ്. ബൈ. എടാ ഇതൊന്ന് കട്ട് ചെയ്യാം. അവിടെ നമ്മുടെ ആൻസൂട്ടനെ ഇവിടെ ഇല്ലടാ കട്ട് ചെയ്യാൻ.